എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വിയറ്റ്നാം എർലിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു തടിയാണ് പ്ലാവിൻ്റെത്. പ്ലാവിൻ തടി നമ്മൾ പല ആവശ്യത്തിനും, വീട്ടാവശ്യത്തിനും, ഫർണിച്ചറിനും, വീട് പണികൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മരങ്ങളിൽ ഒരു മരമാണ് പ്ലാവ്. എന്നാൽ വിയറ്റ്നാം സൂപ്പർ എർലി പോലെയുള്ള പ്ലാവിൻ്റെ തടികൾ പൊതുവെ തടി ആവശ്യത്തിന് നമുക്ക് ലഭിക്കാറില്ല. സാധാരണ പണ്ട് കാലത്തുള്ള പ്ലാവുകളെല്ലാം വലിയ തടികളാവുകയും വലിയ മരങ്ങളാവുകയും ചെയ്യുമ്പോൾ വിയറ്റ്നാം പോലെയുള്ള ഇനങ്ങൾക്ക് അങ്ങനെ തടിയുടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ തടി ലഭിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത് നന്നായി കായ്ക്കുന്നത് തന്നെയാണ്. കാരണം ഇതിൽ വർഷം മുഴുവൻ ചക്ക കാണും. എപ്പോഴും സീസൺ ഇല്ലാതെ ചക്ക ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് പ്ലാവിൻ്റെ. ഇത് വീഡിയോയിൽ നമുക്ക് കാണാം. ഓഫ് സീസൺ സമയത്തുമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ധാരാളം ചക്കകൾ പറിച്ച് കാണാം. അതേ വീഡിയോ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇത് വളരെ ചെറിയ ഒരു വർഷമായ പ്ലാവിൻ്റെയാണ്. അതിൻ്റെ തടിയുടെ വണ്ണമൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇത് ഇനി ഒരു 10 വർഷവും 15 വർഷവും ആയെന്ന് പറഞ്ഞാലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വണ്ണത്തിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ തടിയുടെ വണ്ണം ഉണ്ടാകുക. ഇത് നമുക്ക് തടി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ പ്ലാവ് കൃഷി ചെയ്യുന്നവർക്ക് ചക്ക ആവശ്യത്തിന് ഏറ്റവും നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റിയ വിളയാണ് ഈ ചക്ക. വിയറ്റ്നാം സൂപ്പർ എർലി നമുക്ക് ഏത് സ്ഥലത്തും കൃഷി ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം പരിപാലനം ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വിളവ് തരും. നല്ലൊരു വരുമാന മാർഗം കർഷകർക്ക് ലഭിക്കുന്ന ഒരു കൃഷിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. ചക്കയ്ക്ക് നമുക്ക് മാന്യമായ വില ഇപ്പം ലഭിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇടിഞ്ചക്കയ്ക്കും ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ തേടി വന്ന് തന്നെ നമ്മുടെ ചക്കയും ഇടിഞ്ചക്കയൊക്കെ എടുത്തുകൊള്ളും. പക്ഷെങ്കിൽ ഇത് തടി ആവശ്യത്തിനെന്ന രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമല്ല. ചക്കയ്ക്കും ഇടിഞ്ചക്കയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. എന്നാൽ തടി ആവശ്യം നമുക്ക് ഇതുകൊണ്ട് ഒരിക്കലും ലഭിക്കത്തില്ല. അത് ഫ്യൂച്ചറിൽ കണ്ടുകൊണ്ട് ആരും വിയറ്റ്നാം സൂപ്പർ എർലി കൃഷി ചെയ്യരുത്. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചക്ക എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 10-20 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തടി മുറിച്ചെടുക്കാമല്ലോ എന്ന്. പക്ഷേ തടി ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും വെക്കാൻ പറ്റുന്ന ഒരു ഇനമല്ല വിയറ്റ്നാം സൂപ്പർ എർലി.